ഹലോ, അസ്സാം വലൈക്കും. ഡ്രീം ഗേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വയനാട് പൂക്കോട്ടിലേക്കാണ് ഉള്ളത്. പൂക്കോട്ടിലേക്കിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. നമ്മുടെ ചാനൽ ഇതുവരെ ഒരു എപ്പിസോഡ് ഇട്ടിട്ടില്ല. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. എല്ലാവരുടെയും സഹകരണം പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൂക്കോട്ട് തടാകത്തിലെ കയാക്കിങ്ങും നമ്മൾ ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മൾ മുന്നേ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ മൂന്നാമത്തെ തവണയൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നായിരുന്നു. വയനാട് വന്നപ്പോൾ ഇങ്ങനെ പൂക്കോട്ടിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ട് ഒന്ന് കൂളായിട്ട് പോകാമെന്ന് വിചാരിച്ച് ഒരാവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു. ഇവിടെ കയറുന്ന ഫസ്റ്റ് ടൈമിൽ വരുന്ന ഒരു ബോർഡാട്ടോ, പരിസരം ഭംഗിയായി സൂക്ഷിക്കുക. നമ്മളെ വീട് പോലെ തന്നെ നമ്മൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ കുഴപ്പമില്ല, കാണാനും കുഴപ്പമില്ല. നമുക്ക് മൈൻഡൊന്ന് കൂളാക്കി പോവാം. ഒരു 3-4 തവണ വന്നാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാണാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലേസാണ് വയനാട്. പൊതുവേ നമ്മൾ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മളവിടെ വരുന്ന പോലെയല്ലേ, ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് മൈൻഡൊന്ന് റീഫ്രഷ് ആക്കി പോവാം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയതായിരുന്നു. രാവിലെ ഇറങ്ങിയപ്പം കുറച്ച് നേരത്തെ എത്തി. പിന്നെ നമ്മളെ പോകേണ്ട സ്ഥലത്ത് പോയിട്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടക്കാട്ടോ. ഇതിൻ്റെ കായലിൻ്റെ ചുറ്റുവട്ടത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു നല്ലൊരു പ്ലേസ് ഉണ്ടല്ലോ നടക്കാൻ. ബോട്ട് കയാക്കിങ് നമ്മളിപ്പോൾ ബോട്ട് കയാക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നടക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് വന്നപ്പോൾ നമ്മളെ ചാനലിൽ ഇതുവരെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് ഫസ്റ്റ് വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യണം തോന്നിയത്. അപ്പോൾ ബോട്ട് കയാക്കിങ് ഒക്കെ കഴിഞ്ഞും ചെയ്തു. കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രസമാണ് ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാ ഭാഗത്തുകൂടി ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ നടന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കാം. കയാക്കിങ് കഴിഞ്ഞു. രാവിലെ വന്നു, ഫസ്റ്റ് തന്നെ അതിൽ കയറി. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ച് ഇതിലിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം പക്ഷേ എല്ലാവരും വന്നിട്ടുണ്ടാവും, ഒരുപാട് ആളുകളും വന്നിട്ടുണ്ടാവും. നിന്നെങ്ങനെ എടുത്ത് ഞാൻ നടക്കുന്നത് വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഓപ്പൺ സ്പേസ് ആട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ മരങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ കയാക്കിങ്ങും ബോട്ടിന് സവാരി ഉണ്ട്. നമുക്ക് നടക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ റൗണ്ട് ചുറ്റുക, കുറേ റൗണ്ട് ചുറ്റാനുണ്ട്. റൗണ്ട് ചുറ്റി ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ഈ ഫോറസ്റ്റ് കൂടെ പോകുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ നമ്മളെ നാട്ടിൽ അത്ര ഒരു ഫീല് നിലമ്പൂരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫോറസ്റ്റ് നമുക്ക് പോകാൻ പറ്റിയത്. പക്ഷേ അതിനെക്കാട്ടിലിപ്പോൾ ഫീൽ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. രസമാണ്. ബാക്കിയെല്ലാം കൂടെ കാണിച്ചു തരാം. വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ട്രിപ്പൊക്കെ വരുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ഫസ്റ്റ് വീഡിയോ ഫോണിൽ ചാർജ് ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ നമുക്ക് ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ നല്ല വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.